നടൻ മമ്മൂട്ടി രാജ്യസഭാ എംപി ആവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നും അതില്ലാതാക്കിയത് ചിലരുടെ ഗൂഢാലോചനയാണെന്നും ആരോപിച്ച് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. മമ്മൂട്ടിക്ക് കിട്ടേണ്ട രാജ്യസഭാ സീറ്റ് ജോൺ ബ്രിട്ടാസ് ചതിയിലൂടെ തട്ടിയെടുത്തെന്നും വീഡിയോയിലുണ്ട്. നടൻ മമ്മൂട്ടിക്ക് കിട്ടേണ്ട രാജ്യസഭാ സീറ്റ് ജോൺ ബ്രിട്ടാസ് ചതിയിലൂടെ തട്ടിയെടുത്ത സംഭവം പുറത്തുവിട്ടിരിക്കുകയാണ് സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ്. പിണറായിക്ക് മമ്മൂട്ടിയോട് പ്രത്യേക സ്നേഹവും വാത്സല്യവുമുണ്ട്. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ചിലരെ അലോസരപ്പെടുത്തിയെന്നും ആലപ്പി അഷ്റഫ് തുറന്നു പറയുന്നു. മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് രാജ്യസഭാ മെമ്പറാക്കി തിരഞ്ഞെടുക്കാൻ പിണറായി വിജയന് ഒരാഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്ന ഈ കാര്യം ചിലർക്ക് വിശ്വാസയോഗ്യമായി തോന്നില്ല. എന്നാൽ സത്യത്തെ സ്വർണപാത്രം ഉപയോഗിച്ച് മൂടി വെച്ചാലും ഒരു നാൾ മറ നീക്കി പുറത്തു വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതൊരു പ്രകൃതി നിയമമാണ്. മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം ചിലർ മണത്തെറിഞ്ഞു. അതവരെ അലോസരപ്പെടുത്തി. എന്നാൽ ഈ ഓഫർ മമ്മൂട്ടി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. മമ്മൂട്ടിയുടെ വിശ്വസ്തനായ ഒരു സ്നേഹിതൻ തന്നെ രാജ്യസഭാ സീറ്റ് തുരങ്കം വയ്ക്കാൻ കൂട്ടുനിന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. ഞാനിവിടെ വെളിപ്പെടുത്തുന്ന കാര്യം ചിലർക്ക് വിശ്വാസമാകുമെന്ന് തോന്നുന്നില്ലെന്നും സത്യത്തെ സ്വർണപാത്രം ഉപയോഗിച്ച് മൂടിവെച്ചാലും ഒരു നാൾ മറനീക്കി പുറത്തു വരുമെന്ന് തീർച്ചയെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. മമ്മൂട്ടി രാജ്യസഭയിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഈ ഓഫർ മമ്മൂട്ടി സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല. മമ്മൂട്ടി കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്ന ചുരുക്കം ചില സ്നേഹിതന്മാർ പാർട്ടിക്കുള്ളിലുണ്ടെന്നും ഒരിക്കൽ മമ്മൂട്ടിയുടെ വിശ്വസ്തനായ സ്നേഹിതൻ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഇരിക്കുന്നുവെന്നും ആലപ്പി അഷ്റഫ് തുറന്നു പറയുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.